ക്രൈസ്തലോ കേൾക്കാം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. ഞാൻ ഇന്നലെ കഴിഞ്ഞ ആഴ്ച ലാപ്ടോപ്പാണ് ഉപയോഗിച്ചത്, ഇന്ന് മൊബൈലിലേക്ക് മാറിയിട്ടുണ്ട്, അതുകൊണ്ടാണ് ചോദിച്ചത്. ഓക്കെ, ദൈവം അനുഗ്രഹിക്കട്ടെ. കേൾക്കാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കേൾക്കാമല്ലോ. ദൈവം അനുഗ്രഹിക്കട്ടെ. ഇന്ന് രാത്രിയിലും അവിടെ നമുക്കൊന്നിച്ച് കർത്താവിന്റെ പാദപീഠം അടുത്ത് വരുവാൻ ദൈവം കൃപ നൽകിയത് കൊണ്ട് ദൈവത്തിന് സ്തോത്രം അർപ്പിക്കുന്നു. നമ്മള് റോമാലേഖനം 1 അധ്യായം കഴിഞ്ഞ 2 ആഴ്ചകൾ കൊണ്ട് അതിന്റെ ഇൻട്രൊഡക്ഷൻ ഉൾപ്പെടെ പഠിപ്പാൻ ദൈവം ഇവിടുന്ന് കൃപ നൽകി. ഇന്ന് നമ്മൾ അതിന്റെ 2-ാം അധ്യായത്തിലേക്ക് പ്രവേശിക്കുകയാണ്. 2-ാം അധ്യായത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ഭാഗം ഒരു സംവാദ രീതിയിലാണ് അന്നത്തെ സ്റ്റോയിക് തത്വശാസ്ത്ര ചിന്താഗതിക്കാര് പുലർത്തിയിരുന്ന ഒരു ശൈലിയാണ് ഡയാട്രൈവ് എന്ന് പറയുന്നത്. ആ ശൈലിക്ക് ചോദ്യോത്തര വേദി അഥവാ സംവാദ രീതിയിലാണ് ഈ ഭാഗം എഴുതിയിരുന്നത്. ഇപ്പൊ നമുക്കറിയാം, 1-ാം അധ്യായത്തിന്റെ അവസാനത്തില് നമ്മൾ കുറേയേറെ പാപത്തിന്റെ ലിസ്റ്റ് ഇങ്ങനെ വായിക്കുകയുണ്ടായില്ലേ. നിറഞ്ഞവർ, തിങ്ങിയവർ എന്നൊക്കെ ഉള്ള ആശയത്തിൽ ഏതാണ്ട് 21 കൂട്ടം പാപങ്ങളുടെ ലിസ്റ്റ് അവിടെ നമ്മൾ വായിക്കുകയുണ്ടായി. അപ്പൊ അന്നേരം ഒരു കൂട്ടം ആൾക്കാർ, അഥവാ മോറൽ ജീവിതം നയിക്കുന്ന നല്ല ജാതികൾ, അവർക്ക് വേണേ പറയാൻ പറ്റും, ഞങ്ങൾക്കിതൊന്നും ബാധകമല്ല, ഞങ്ങൾ ഇതൊന്നും ചെയ്യാത്തവരാ, ഞങ്ങൾക്ക് ഇതിനകത്തൊന്നും പങ്കില്ല. അതുപോലെ യഹൂദന്മാരും പറയും, ഞങ്ങളെ ഇതൊന്നും ബാധിക്കുന്നതല്ല, ഞങ്ങള് ഉരുള നിറഞ്ഞവരല്ല, അകൃത്യങ്ങളിൽ ജീവിക്കുന്നവരല്ല എന്ന് പറയാനുള്ള ന്യായമായ എല്ലാ സാധ്യതകളുമുണ്ട്. നമുക്കറിയാം അന്നത്തെ കാലത്ത് പരീശന്മാര് എങ്ങനെ ജീവിച്ചെന്നുള്ളത് നമുക്കറിയാം. അവര് പറഞ്ഞു, ഞങ്ങൾ ചുങ്കക്കാരെ പോലല്ല, ദൈവത്തിനെ വാഴ്ത്തുന്നു, പാപികളല്ലാത്തതിനാൽ ദൈവത്തെ സ്തുതിക്കുന്നു എന്ന് പറയുന്ന ആ ശൈലി അന്നുമുണ്ട്, ഇന്നുമുണ്ട്. അപ്പൊ നല്ല മനുഷ്യരില്ലേ? നല്ല മനുഷ്യരുണ്ട്. സുവിശേഷം വിശ്വസിക്കുന്നവർക്ക് നിത്യജീവൻ കിട്ടും, സുവിശേഷം വിശ്വസിക്കാത്തവർക്ക് ന്യായവിധി കിട്ടും. അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് നല്ല ജീവിതം നയിച്ച പ്രിയപ്പെട്ടവർ നമ്മുടെ ഇടയിലില്ലേ? അവരെ എങ്ങനെ ദൈവം ന്യായം വിധിക്കുന്നത്? ആ ഒരു ചോദ്യം ന്യായമായി നമുക്കും ഉണ്ടാവും, അന്നത്തെ ജനങ്ങൾക്കും ഉണ്ടാവും. അന്നൊരു ചിന്തയുണ്ട്, യഹൂദന്മാരെ നരകത്തിലേക്ക് വിടത്തില്ല, ജാതികളെ മാത്രമേ നരകത്തിലേക്ക് വിടത്തുള്ളൂ. കാര്യം, നരകത്തിന്റെ വാതിക്കൽ അബ്രഹാം പിതാവ് നിൽക്കും. ഇപ്പൊ പരിച്ഛേദന ഏറ്റ പ്രിയപ്പെട്ടവരൊക്കെ ചെല്ലുമ്പോ അബ്രഹാം പിതാവ് എന്ത് ചെയ്യുമെന്നറിയാമോ? നരകത്തിൽ വിടാതെ അവരെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകും, അബ്രഹാമിന്റെ മടിയിലേക്ക് അങ്ങ് ചേർത്തുകൊള്ളും മരിച്ചു പോകുന്ന പ്രിയപ്പെട്ടവരെന്നുള്ള ഒരു ചിന്ത ഈ തൽമൂദ് ആശയങ്ങളിൽ നിന്ന് യഹൂദന്മാരുടെ ഇടയിൽ ഉണ്ടായിരുന്നു. അതെല്ലാം സാംശീകരിച്ചുകൊണ്ട് ഒരു തർക്കശാസ്ത്ര രീതിയിൽ തന്റെ മുമ്പിൽ ഒരു പ്രതിയോഗി നിൽക്കുന്നു, അവൻ ചോദ്യം ചോദിക്കുന്നു, അതിനുത്തരം നൽകുന്നു എന്ന രീതിയിൽ എതിരാളി പറയുവാൻ സാധ്യതയുള്ള വാക്കുകളെ മനസ്സിൽ കണ്ടുകൊണ്ട് ചോദ്യം അങ്ങോട്ട് ചോദിച്ച് ഉത്തരം നൽകുന്ന ഒരു ശൈലിയിലാണ് പൗലോസ്ലീഹ ഇവിടെ ആരംഭിക്കുന്നത്. അപ്പൊ ഇവിടെ ആരംഭിക്കുമ്പോൾ 1-ാം വാക്യത്തിലേക്ക് വായിക്കുമ്പോൾ, അതുകൊണ്ട് വിധിക്കുന്ന ഏതു മനുഷ്യനുമായുള്ളവേ നിനക്ക് പ്രതിവാദം പറയാൻ ഇല്ല, അന്യനെ വിധിക്കുന്നവനെ നീ നിന്നെ തന്നെ കുറ്റം വിധിക്കുന്നു, വിധിക്കുന്ന നീ അത് തന്നെ പ്രവർത്തിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞാണ് 1-ാം വാക്യം തുടങ്ങുന്നത്. അപ്പം വിധിക്കുന്ന ഏത് മനുഷ്യനുമായുള്ളവ എന്ന് പറയുമ്പോൾ അറിയാത്ത ഒരാൾക്ക് വിധിക്കാൻ പറ്റുകയാണ്. ഇപ്പൊ നമ്മുടെ കോടതിയിലെ ഒന്നും അറിയാൻ വയ്യാത്ത ഒരു ആള് ജഡ്ജിയായിട്ടിരുന്ന എങ്ങനെ ഇരിക്കും? അപ്പൊ അവര് ലോയേഴ്സായി പ്രാക്ടീസ് ചെയ്ത് ജഡ്ജിയാകാനുള്ള പരീക്ഷയൊക്കെ എഴുതിയാണ് അവിടെയൊക്കെ വരുന്നത്. അപ്പൊ അവർക്കറിയാം. അപ്പൊ വിധിക്കുന്ന ഏവനുമായുള്ളവ എന്ന് ചോദിക്കുമ്പോൾ അവന് കാര്യങ്ങൾ അറിയാവുന്നവനാണ്, അല്ലാതെ വെറുതെ ഒന്നും അറിയുന്നവനല്ല. എന്താണ് പാപം, ഏതൊക്കെയാണ് പാപം, അഥവാ 1-ാം അധ്യായം 18 മുതൽ 32 വരെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെ അറിയുന്നവനാണ് ഈ വിധികർത്താവായിട്ടിരിക്കുന്നവൻ. അപ്പൊ വിധിക്കുന്ന ഏത് മനുഷ്യനും, അത് യഹൂദനായാലും യവനനായാലും 3-ാം വാക്യത്തിൽ വായിക്കും, ആ വക പ്രവർത്തിക്കുന്നവരെ വിധിക്കയും അതുതന്നെ
പ്രവർത്തിക്കുകയും ചെയ്യുന്ന മനുഷ്യ എന്നാണ് നമ്മൾ വായിക്കുന്നത്. അപ്പം ആരായാലും, അവര് യഹൂദനായാലും യവനനായാലും, ദൈവം പ്രകൃതിയിലൂടെ നൽകിയ വെളിപ്പാട് അവൻ പ്രാപിച്ചവനാണ്. അല്ലെങ്കിൽ ഈ 2-ാം അധ്യായം 14-15 വാക്യങ്ങൾ നമ്മൾ വായിക്കുന്നുണ്ട്. അവർക്ക് ന്യായപ്രമാണം കിട്ടിയില്ലെങ്കിൽ അവരെ മനസാക്ഷി വെച്ച് അവരെന്ത് ചെയ്യുന്നു? ന്യായപ്രമാണമില്ലാത്ത ജാതികൾ ന്യായപ്രമാണത്തിലുള്ളത് സ്വഭാവത്താൽ ചെയ്യുമ്പോൾ, അഥവാ മനസാക്ഷി, 15-ാം വാക്യം, അവരുടെ മനസാക്ഷി കൂടെ. അപ്പൊ ഒന്ന്, ദൈവം നൽകിയ വെളിപ്പാട് കിട്ടിയവരാണ്. 2, മനസാക്ഷിയിൽ ഉള്ള പ്രമാണം അറിയാവുന്നവരാണ്. 3, യഹൂദന്മാരാണെങ്കിൽ 3-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ നമ്മൾ വായിക്കുന്നുണ്ട്, പ്രമാണം കിട്ടിയവരാണ്. അപ്പൊ പ്രമാണം കിട്ടിയ, അല്ലെങ്കിൽ മനസാക്ഷിയിൽ ഈ സത്യം അറിയാവുന്ന, ദൈവീയ വെളിപ്പാട് പ്രാപിച്ച പ്രിയപ്പെട്ടവരാണ് വിധികർത്താക്കളായിട്ടിരിക്കുന്നത്. അവര് വിധിക്കുമ്പോ എന്ത് ചെയ്യുക? അവരെ തന്നെ വിധിക്കുക. അതുകൊണ്ടാ മത്തായി സുവിശേഷം 7:1 വായിക്കുന്നുണ്ട്, നീ നിന്നെ തന്നെ എന്ത് ചെയ്യരുത്? വിധിക്കരുത്. നീ വിധിക്കപ്പെടുമെന്ന് അറിഞ്ഞ് നിന്നെ തന്നെ എന്ത് ചെയ്യരുതുണ്ട്? വിധിക്കരുതെന്ന് എഴുതിയിട്ടുണ്ട്. അപ്പൊ വിധിക്കുമ്പോൾ നമ്മളെ തന്നെ നമ്മൾ വിധിക്കാൻ ഒരു ചാലിട്ട് കൊടുക്കുക. ആ സുവിശേഷത്തിൽ തന്നെ പറയുന്നുണ്ട്, അളക്കുന്ന അളവിനാൽ നമുക്ക് എന്ത് ചെയ്യും? അളന്നു കിട്ടും. അപ്പൊ പുതിയ നിയമത്തിൽ പ്രവൃത്തികൾക്ക് മാത്രമല്ല ശിക്ഷയുള്ളത്, ചിന്തകൾക്കുണ്ടില്ലേ? ചിന്തകൾക്കുണ്ട്. പിന്നെന്തോ ഉണ്ട്? നിരൂപണങ്ങൾക്കുണ്ട്. അപ്പൊ ഈ വ്യഭിചാരം എന്ന് പറയുന്നത് ചെയ്യുന്നതിനല്ല പുതിയ നിയമത്തിൽ ശിക്ഷ പറഞ്ഞേക്കുന്നത്, ചിന്തകൾക്ക് തന്നെയാണ്. കൊലപാതകം എന്ന് പറയുന്നത് കൊന്നു കഴിഞ്ഞുള്ള ശിക്ഷയല്ല, മനസ്സിൽ തന്നെ ചിന്തിക്കുമ്പോൾ അങ്ങ് കൊല്ലുക. എനിക്കിപ്പോ മോഹൻ മാഷെ കൊല്ലാനുള്ള ദേഷ്യമുണ്ട്, ഒറ്റ കുത്തിന് കൊല്ലുമെന്ന് ഞാൻ അങ്ങ് പറഞ്ഞെന്ന് വിചാരിക്കുക. അപ്പൊ അമേരിക്കയിലായതുകൊണ്ട് എന്റെ കത്തിക്ക് അത്രയും നീളം എത്തുന്നില്ല, അല്ലേ ഞാൻ ഇവിടെ ഇരുന്ന് എന്ത് ചെയ്തേനെ? കൊന്നേനെ. അടുത്താണെങ്കിൽ ആ പ്രവൃത്തി ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ചിന്തയ്ക്ക് തന്നെ എന്താ ഉണ്ട്? ശിക്ഷാവധികളുണ്ട്. പുതിയ നിയമത്തിൽ പറഞ്ഞേക്കുന്നത് പ്രവൃത്തികൾക്ക് മാത്രമല്ല, ചിന്തകൾക്കും എന്താ ഉണ്ട്? അവർക്ക് ശിക്ഷയുണ്ട്. അപ്പൊ അവിടെ നമ്മൾ തുടങ്ങുന്നത്, അതുകൊണ്ട് വിധിക്കുന്ന ഏത് മനുഷ്യനുമായുള്ളവേ നിനക്ക് പ്രതിവാദം പറയാൻ ഇല്ല. അങ്ങനെ വിധിക്കുന്നവനെ നീ നിന്നെ തന്നെ കുറ്റം വിധിക്കുന്നു, വിധിക്കുന്ന നീ തന്നെ അത് പ്രവർത്തിക്കുന്നുവല്ലോ. അപ്പൊ സ്വയം നീതിയുള്ളവർ, അഥവാ വിധികർത്താക്കളായുള്ളവർ, 2 കാര്യം അവർ ഗ്രഹിക്കുന്നില്ല. എന്തൊക്കെയാ ഗ്രഹിക്കാത്തത്? 1, ദൈവനീതിയുടെ വലിപ്പം അവർ ഗ്രഹിക്കുന്നില്ല. ദൈവനീതിയുടെ വലിപ്പം അവർ ഗ്രഹിക്കുന്നില്ല. ദൈവം എത്ര നീതിമാനാ, ഞങ്ങളുടെ സ്കെയിൽ എവിടെ നിൽക്കുന്നുവെന്ന് അവര് ഗ്രഹിക്കുന്നില്ല. 2, തങ്ങളുടെ സ്വയം പാപം, അഥവാ തങ്ങളുടെ പാപത്തിന്റെ ആഴവും അവരെന്ത് ചെയ്യുന്നില്ല? ഗ്രഹിക്കുന്നില്ല. നമുക്ക് ബൈബിളിൽ വായിക്കുന്നുണ്ട്, അധികം ലഭിക്കുന്നവനോട് എന്ത് ചെയ്യും? അധികം ചോദിക്കും. അപ്പൊ വിധിക്കുന്നവൻ അത് തെറ്റാണെന്ന് അറിഞ്ഞിട്ടും ആ തെറ്റ് അവൻ തന്നെ എന്ത് ചെയ്യുക? അവൻ അറിവ് വെച്ച് ന്യായം വിധിക്കുമ്പോ തന്നെ അവനറിയാതെ ആ പ്രവർത്തികൾ അവനും ചെയ്തു പോരുകയാണ്. അതാ 1-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്. ഇനി ഈ ഭാഗം നമ്മൾ വായിക്കുമ്പോൾ ദൈവത്തിന്റെ വിധിയുടെ ചില നേർരേഖകൾ, അഥവാ ദൈവത്തിന്റെ വിധിയുടെ നല്ല വശങ്ങൾ നമുക്ക് ഈ ഭാഗത്ത് കാണുവാനായിട്ട് കഴിയും. അതിന്റെ 2-3 വാക്യം വായിക്കുമ്പോൾ, എന്നാൽ ആ വക പ്രവർത്തിക്കുന്നവരുടെ നേരെ ദൈവത്തിന്റെ വിധി സത്യാനുസരണമായിരിക്കുന്നു എന്ന് നാം അറിയുന്നു. 3-ാം വാക്യത്തിൽ, ആ വക പ്രവർത്തിക്കുന്നവരെ വിധിക്കുകയും അത് തന്നെ പ്രവർത്തിക്കുകയും ചെയ്യുന്ന മനുഷ്യ, നീ ദൈവത്തിന്റെ വിധിയിൽ നിന്ന് എങ്ങനെ തെറ്റി ഒഴിയും എന്ന് അവിടെ ചോദിക്കുന്നുണ്ട്. അപ്പൊ നമ്മളിവിടെ വായിക്കുന്നത് ദൈവം സത്യവാൻ. അപ്പൊ സത്യവാനായ ദൈവത്തിൽ നിന്ന് വിധി വരുമ്പോൾ അതെല്ലാം സത്യമായ വിധിയായിരിക്കും. മനുഷ്യരെങ്ങനെയാ വിധിക്കുന്നേ? അവന്റെ ചിന്തയ്ക്കനുസരിച്ച് വിധിക്കുക. വിധിക്കുന്ന മനുഷ്യൻ എല്ലാരെയും വിധിക്കുമ്പോ തന്നെ അവന് വിധിച്ച കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക. എനിക്കറിയാവുന്ന ഒരാളുണ്ട്, പണ്ട് അദ്ദേഹം ഒരു 7-ാം കൽപ്പന ലംഘനം ചെയ്തു എന്നും പറഞ്ഞ് വേറൊരാൾ പോയി അദ്ദേഹം പ്രവർത്തിച്ചുകൊണ്ടിരുന്ന സ്ഥാപനത്തിന്റെ മതിലേലെല്ലാം അത് എഴുതി വെച്ചു. കുറെ നാൾ കഴിഞ്ഞപ്പോ ഈ എഴുതി വെച്ചവനെതിരെ ഇതേ ആരോപണം വന്നു.
പിന്നീട് അദ്ദേഹത്തിനെതിരെ ആരോപിച്ചവർക്കെതിരെ ഇതേ ആരോപണങ്ങൾ വരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞതിന്റെ ചുരുക്കം എന്ന് പറയുന്നത്, വിധിക്കുന്ന വിധിയാൽ നമ്മളും വിധിക്കപ്പെടും. ദൈവത്തിന്റെ വിധി എങ്ങനെയാണെന്ന് അതിന്റെ 2-ാം വാക്യത്തിൽ വായിക്കുന്നത്, സത്യാനുസരണമായ വിധി. ദൈവത്തിന്റെ വിധി എങ്ങനെ? സത്യാനുസരണമായ വിധി. അപ്പൊ മനുഷ്യന്റെ വിധി അങ്ങനെയല്ല. നമുക്കറിയാം, ഉണ്ട വിഴുങ്ങിയ വെടിയുണ്ട വിഴുങ്ങിയ വക്കീലിനെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. ഒരിക്കലെ ഒരു സ്ഥാപനത്തിൽ അല്ലെ ഒരു പ്രസ്ഥാനത്തിന് മുമ്പിൽ ഒരു പ്ലാവ് ഉണ്ടായിരുന്നു. ആ പ്ലാവ് വെട്ടിയെന്നുള്ള കേസ് മറ്റുള്ളവർ കൊടുത്തു. ആ വെട്ടിയെന്ന് ആരോപിക്കപ്പെടുന്ന മനുഷ്യൻ പ്രായമുള്ള ഒരാളായിരുന്നു. അപ്പൊ കോടതിയിൽ അദ്ദേഹത്തിന് പോകാൻ പറ്റാത്തത് കൊണ്ട് കോടതി തിരിച്ച് അദ്ദേഹത്തിന്റെ അടുക്കിലേക്ക് വന്നു. അപ്പൊ അദ്ദേഹം ആ വെട്ടിയ പ്ലാവ് അന്ന് മണ്ണിട്ട് മൂടിയിരിക്കുക, കുഴിയെല്ലാം മൂടിയിരിക്കുക, അവിടെ കസേര ഇട്ടിട്ട് അദ്ദേഹം പറഞ്ഞെന്നാണ് അറിവ്, ഈ ഞാൻ ഇരിക്കുന്നതിന്റെ ചുറ്റുപാടൊന്നും അങ്ങനൊരു പ്ലാവ് നിന്നതായി എനിക്കറിയത്തില്ല എന്ന് പറയുണ്ടായി. അപ്പൊ പറഞ്ഞത് സത്യമാ. അദ്ദേഹം ഇരിക്കുന്ന കസേരയുടെ അടിയിലാണ് ഈ പ്ലാവിന്റെ കുറ്റി ഉണ്ടായിരുന്നത്, മണ്ണിട്ട് മൂടിയിരിക്കുക. അതിന്റെ മേളിൽ ഇരുന്നോണ്ടാ പറയുന്നത്, ഇവരാരോപിച്ച ആരോപണം തെറ്റാണ്. ഞാൻ ഇരിക്കുന്നതിന്റെ ഈ പരിസരങ്ങളിലൊന്നും ഒരു പ്ലാവ് ഉണ്ടായിരുന്നില്ല. അപ്പൊ സത്യമല്ലേ പറഞ്ഞത്? മനുഷ്യൻ ഇങ്ങനെയാണ്, സത്യത്തെ വളച്ച് ഒടിക്കുന്നവരാ. പക്ഷെ നമ്മുടെ ദൈവം ആരാന്നറിയാമോ? ദാവീദിന്റെ ചരിത്രം അറിയുമ്പോൾ പറയുന്നുണ്ടല്ലോ, അവൻ ഹൃദയങ്ങളെ നോക്കുന്ന ദൈവം. അതുകൊണ്ടാണ് ഇവിടെ പ്രവർത്തിക്കുന്നത്. 3-ാം വാക്യത്തിൽ പറയുന്നത്, നീ ദൈവത്തിന്റെ വിധിയിൽ നിന്ന് തെറ്റിയും ഒഴിയുമെന്ന് നിരൂപിക്കുന്നുവോ? അവിടെ എഴുതിയിട്ടുള്ള ഗ്രീക്ക് പദം ലോഗിസോമായി. നീ എസ്കേപ്പ് ചെയ്യാമെന്ന് നിരൂപിക്കുന്നുവോ? നീ രക്ഷപ്പെട്ടങ്ങ് ഓടാമെന്ന് നിരൂപിക്കുന്നുവോ? പക്ഷെ ദൈവത്തിന്റെ വിധി എന്താണ്? സത്യാനുസരണമായ വിധിയാണ്. ഞാന് ഈ അധ്യായം ഇന്ന് തീർക്കണമെന്ന് മനസ്സിലുള്ളത് കൊണ്ട് വിശദമായി പോകാതെ ഇച്ചിരി സ്പീഡിൽ പോകും. അറിയത്തില്ല, ഇപ്പൊ തന്നെ അങ്ങ് സമയം ഓടി പോവുകയാണ്. അപ്പൊ ഒരു ദിവസം ദൈവം എന്ത് ചെയ്തിരിക്കുക? സകലരെയും ന്യായം വിധിക്കാനായിട്ട് നിയമിച്ചിരിക്കുക. രണ്ടാമത് അതിന്റെ 3-ാം വാക്യത്തിൽ താഴോട്ട് വായിക്കുമ്പോൾ, അതിന്റെ 4-5 വാക്യം വായിക്കുമ്പോൾ, അല്ല ദൈവത്തിന്റെ ദയ മാനസാന്തരത്തിലേക്ക് നടത്തുന്നു എന്നറിയാതെ നീ അതിന്റെ ദയാശയം, ദീർഘശാന്തി എന്നിവയുടെ ഐശ്വര്യം നിരൂപിക്കുന്നുവോ? 5-ാം വാക്യത്തിൽ, എന്നാൽ നിന്റെ ഹൃദയകാഠിന്യത്താലും അനുതാപമില്ലാത്ത ഹൃദയത്താലും നീ ദൈവത്തിന്റെ നീതിയുള്ള വിധി വെളിപ്പെടുന്ന കോപ ദിവസത്തേക്ക് നിനക്ക് തന്നെ കോപം ചരിച്ചു വെക്കുന്നു. അപ്പൊ അവിടെ ഉള്ളത് അനുതാപം ഇല്ലാത്തൊരു ഹൃദയമാണ്, ഹൃദയകാഠിന്യമേറ്റ ഒരു ഹൃദയമാണ്. മാനസാന്തരത്തിലേക്ക് നയിക്കുന്ന 3 കാര്യം നമ്മൾ അവിടെ കണ്ടു. 1 ദയ, 2 ക്ഷമ, 3 ദീർഘശാന്തി. ഇവയുടെ ഐശ്വര്യം എന്ത് ചെയ്യുക? നിരസിക്കുക. പ്രവചനം വായിക്കുമ്പോൾ കെസർ എന്നുള്ള ഒരു പദമുണ്ട്. എന്ന് പറഞ്ഞാൽ വ്യഭിചാര കർമ്മത്താൽ പിടിക്കപ്പെട്ട അല്ലെ ചെയ്തുകൊണ്ടിരുന്ന ഒരു സ്ത്രീയെ പോലും സ്നേഹിക്കുന്ന, അവളോട് ദയ കാണിക്കുന്ന ആ ദയ. അപ്പൊ ദൈവത്തിന്റെ ദയ എന്ന് പറയുന്നത് അത്ര ആഴമുള്ളതാ. ഈ ദൈവത്തിന്റെ ദയയുടെ ആഴം, ക്ഷമയുടെ ആഴം, ദീർഘശാന്തി എന്ന് പറഞ്ഞാൽ അവിടെ എഴുതിയിട്ടുണ്ട് പേഷ്യൻസിന്റെ ആഴത്തെ കാണിക്കുന്നതാണ്. The riches of his goodness and forbearance and patience, not knowing that the goodness of God leads you to repentance. അപ്പൊ ക്ഷമയിലേക്ക് ഇവയെല്ലാം നയിക്കുന്നതാണ്. പക്ഷേ ഇതിന്റെ ഐശ്വര്യം, അതിന്റെ ആഴം, ദൈവം അളവ് കൂടാതെ കൊടുക്കുന്ന ആ ക്ഷമ അവൻ അങ്ങ് നിരസിക്കുക. സ്തോത്രം. അപ്പൊ ദൈവത്തിന്റെ ദയയാണ് നമ്മെ മാനസാന്തരത്തിലേക്ക് നയിക്കുന്നത്. ദൈവത്തിന്റെ ക്ഷമയാണ് നമ്മെ മാനസാന്തരത്തിലേക്ക് നയിക്കുന്നത്. ദൈവത്തിന്റെ ദീർഘശാന്തി എന്ന് പറഞ്ഞാൽ നമ്മൾ മാനസാന്തരപ്പെടാൻ വേണ്ടി ദൈവം ദയ കാണിക്കുന്നു, ക്ഷമ കാണിക്കുന്നു, ദീർഘമായി ക്ഷമിച്ചുകൊണ്ടേയിരിക്കുന്നു, അത് വെയിറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു എന്ന് നമുക്കതിനെ വേണേൽ പറയാനായിട്ട് പറ്റും. ഇംഗ്ലീഷിൽ ഒരു പദമുണ്ട്, ഗാഡ് ഈസ് ഫോർഗീവ് എന്ന് പറഞ്ഞാൽ ദൈവം നൽകാൻ വേണ്ടിയാ. എന്നിട്ട് പറയാ ഫോർഗീവ്. ഗാഡ് ഈസ് ഫോർഗീവ്
ഫോർഗീവ് എന്ന് വെച്ചാൽ ഫോർഗീവ്, നൽകാൻ വേണ്ടിയുള്ളവനാണ്, ക്ഷമിക്കുന്നവനുമാണ്. മനുഷ്യനോ ഫോർഗറ്റ്, നേടാൻ വേണ്ടി ഇരിക്കുന്നവനാ, എന്നിട്ട് അവൻ ഫോർഗറ്റ് ചെയ്യുന്നവനുമാണ്, മറക്കുന്നവനുമാണ്. അപ്പൊ ദൈവം ആരാന്നറിയാമോ? ക്ഷമിക്കുന്നവനുമാ, ക്ഷമ നൽകുന്നവനുമാ. മനുഷ്യൻ ക്ഷമ നേടുന്നവനുമാ, പക്ഷേ അവൻ എന്ത് ചെയ്യുന്നു? അത് മറന്നു പോകും. നമ്മുടെ ദൈവം ആരാന്നറിയാം? ദൈവത്തിന്റെ വിധി, അല്ലെ ദൈവത്തിന്റെ വിധി സത്യാനുസരണമായിരിക്കുമ്പോൾ നമ്മൾ ആ ദൈവത്തിന്റെ ക്ഷമയും ദയയും ദീർഘക്ഷമയൊക്കെ മറന്നു പോകുന്നവരായി മനുഷ്യർ മാറുകയാണ്. ഇനി ദൈവത്തിന്റെ വിധി എങ്ങനെയുള്ളതാണ്? അതിന്റെ 5-ാം വാക്യത്തിൽ വായിക്കുന്നുണ്ട്, നീതിയുള്ള വിധിയാണ്. എന്നാൽ നിന്റെ ഹൃദയകാടിൽ അനുതാപമില്ലാത്ത ഹൃദയത്താലും നീ ദൈവത്തിന്റെ നീതിയുള്ള വിധി വെളിപ്പെടുന്നു. അപ്പൊ ദൈവത്തിന്റെ വിധി എങ്ങനെയാ? നീതിയുള്ള വിധിയാണ്. ഞാൻ ഒത്തിരി വ്യാഖ്യാനിക്കാതെ തന്നെ ചില സ്പീഡിൽ പോവുകയാണ്. ദൈവത്തിന്റെ സിംഹാസനത്തിന്റെ അടിസ്ഥാനമാ നീതി എന്ന് പറയുന്നത്. ഇന്ന് ലോകത്തിൽ നീതി കിട്ടത്തില്ല. പക്ഷേ ദൈവം ആരാന്നറിയാമോ? നീതിമാനായ ദൈവം. ഇനി അടുത്തത് ദൈവത്തിന്റെ വിധി എങ്ങനെ? ഇപ്പൊ ഈ അധ്യായത്തിന്റെ ആരംഭങ്ങളിൽ മനുഷ്യർ വിധിക്കുന്ന വിധിയും ദൈവത്തിന്റെ വിധിയും തമ്മിലുള്ള വ്യത്യാസമാണ് പ്രധാനമായി പറയുന്നത്. അപ്പൊ ദൈവത്തിന്റെ വിധി ആദ്യം നമ്മൾ വായിച്ചു, സത്യാനുസരണമായിരിക്കും. 5-ാം വാക്യത്തിൽ വായിച്ചു, അത് നീതിയുള്ള വിധിയായിരിക്കും. 6-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുക, ഓരോരുത്തരും അവനവന്റെ പ്രവർത്തിക്ക് തക്കവണ്ണമുള്ള വിധിയാ. അപ്പൊ ഓരോരുത്തരും അവനവന്റെ പ്രവർത്തിക്ക് തക്ക വിധിയാണ് ദൈവം തമ്പുരാൻ നൽകുന്നത്. അങ്ങനെ വിധിക്കുമ്പോൾ 2 കൂട്ടരെ നമുക്ക് കാണാം. ആരെയൊക്കെയാ? 1 അനുസരിക്കുന്നവർ, 2 അനുസരിക്കാത്തവർ. അതിന്റെ 7-ാം വാക്യത്തിലേക്ക് വായിക്കുമ്പോൾ നല്ല പ്രവർത്തിക്ക് വേണ്ടുന്ന സ്ഥിരത പൂണ്ട് അവർക്ക് എന്തോ കിട്ടും, അഥവാ അനുസരിക്കുന്നവർക്കും നല്ല പ്രവൃത്തി ചെയ്യുന്നവർക്കും എന്തോ കിട്ടും? തേജസ്സും മാനവും അക്ഷയതയും അവർക്ക് കിട്ടും. അതേസമയം അനുസരിക്കാതിരിക്കുന്നവർക്ക് എന്തോ കിട്ടും? നിത്യജീവനും കിട്ടും. അതേസമയം ശാഠ്യം പൂണ്ട് അനുസരിക്കാതിരിക്കുന്നവർക്ക് എന്തോ കിട്ടും? കോപവും ക്രോധവും എന്ത് ചെയ്യും? കൊടുക്കും. അപ്പോൾ അനുസരിക്കുന്നവർക്ക് തേജസ്, മാനം, അക്ഷയത, നിത്യജീവൻ എന്നിവ കിട്ടുമ്പോൾ അനുസരിക്കാത്തവർക്ക് കോപവും ക്രോധവും കിട്ടും. ദൈവത്തിന്റെ വിധി പ്രവർത്തികൾക്ക് തക്കതാണ്. സത്യം പറഞ്ഞിട്ട് പ്രവർത്തിക്കുന്നവർക്ക് നല്ല തേജസ്സും മാനവും അക്ഷയതയും നിത്യജീവനും കിട്ടുമ്പോൾ അത് അനുസരിക്കാത്തവർക്ക് കിട്ടുന്നത് 8-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, കോപവും ക്രോധവും കൊടുക്കും. ഇനിയും ദൈവത്തിന്റെ വിധി എങ്ങനെയുള്ളതാണ്? പദവികൾക്കനുസരിച്ചാണ്. 9-ാമത്തെ വാക്യത്തിലേക്ക് വായിക്കുമ്പോൾ പദവികൾക്കനുസരിച്ചാണ്. തിന്മ പ്രവർത്തിക്കുന്ന ഏതു മനുഷ്യനും ഏതു മനുഷ്യാത്മാവിനും കഷ്ടവും സങ്കടവും ആദ്യ യഹൂദനും പിന്നെ യവനനും വരും. യഹൂദൻ ആദ്യം വരാൻ കാരണം എന്നാ? അവർക്ക് ന്യായപ്രമാണം ലഭിച്ചവരാ. അതേസമയം ജാതികൾക്ക് ന്യായപ്രമാണം ഉണ്ടോ? ഇല്ല. പിന്നെ അവർക്ക് എന്താ ഉള്ളത്? മനസാക്ഷിയുടെ പ്രമാണം. യഹൂദന്മാർക്ക് എന്തോ കൂടെ ഉണ്ട്? മനസാക്ഷിയുടെ പ്രമാണമുണ്ട്, അതോടൊപ്പം തന്നെ ന്യായപ്രമാണമുണ്ട്. അപ്പൊ കൂടുതൽ കിട്ടുന്നവൻ എന്നോട് കൂടുതൽ എന്ത് ചെയ്യും? ചോദിക്കും. അപ്പൊ യഹൂദന്മാരെ വിധിക്കുന്ന വിധി അനുസരിച്ചല്ല മറ്റൊരാളെ വിധിക്കുന്നു. അപ്പൊ നമ്മളെ വിധിക്കുന്നത് പോലെ 100 കൊല്ലങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന ക്രിസ്ത്യാനി അമ്മയെ വിധിക്കുകയല്ല, അപ്പനെ വിധിക്കുകയല്ല. കാര്യം അവരുടെ അന്നത്തെ അറിവെന്ന് പറയുന്നത് അതിനനുസരിച്ചുള്ളത്. അറിവിനനുസരിച്ച് പദവിക്കനുസരിച്ചായിരിക്കും എന്ത് ചെയ്യുക? വിധിക്കുക എന്ന് പറയുന്നത്. എന്നെ വിധിക്കുന്ന പോലല്ല ബില്ലി ഗ്രഹാമിനോട് കണക്ക് ചോദിക്കുക. വിധി എന്ന് പറയുമ്പോൾ തന്നെ നമ്മളോട് ബന്ധപ്പെട്ട് ശിക്ഷാവിധി അല്ലല്ലോ. സ്തോത്രം. അപ്പൊ അവരവരുടെ പദവിക്കനുസരിച്ചാണ് എന്ത് ചെയ്യുന്നത്? പിന്നെ കണക്ക് ചോദിക്കുന്നത്. ലോകമെന്ന് പറയുന്നത് ഇപ്പോഴത്തെ അല്ലെ നിയമ പുസ്തകം വെച്ചാണ് കാര്യങ്ങൾ തീർക്കുന്നത്. എന്നാൽ കർത്താവ് അങ്ങനെയല്ല, അറിവുകൾക്കും പദവികൾക്കും വെച്ച. അതുകൊണ്ട് ആ യുഗപഠനമൊക്കെ ഉള്ളത്. മനസാക്ഷി യുഗം, നിഷ്കർമ്മഷ യുഗം എന്ന് നമ്മൾ കാണുന്നു, മാനുഷിക ഭരണയുഗം, വാക്തത്വ ഭരണയുഗം, ന്യായപ്രമാണ യുഗം. എന്തിനാ യുഗം? ദൈവം അതാത് കാലഘട്ടങ്ങളിൽ മനുഷ്യനോട് ഇടപെട്ട വിധങ്ങളെ മനസ്സിലാക്കാൻ വേണ്ടിയാ. അല്ലാതെ
ദൈവം മാറ്റമുള്ളവനല്ല, അന്നും ഇന്നും ദൈവം മാറ്റമില്ലാത്തവനാണ്. പക്ഷെ മനുഷ്യനോട് എങ്ങനെ ഇടപെട്ടു എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് യുഗങ്ങളൊക്കെ നമ്മൾ പഠിക്കുന്നത്. യുഗങ്ങളുടെ പഠനമൊക്കെ നമ്മെ സഹായിക്കുന്നത്. ന്യായപ്രമാണ യുഗത്തിൽ പ്രവർത്തിച്ചതുപോലല്ല കൃപായുഗത്തിൽ പ്രവർത്തിക്കുന്നത്, അല്ലെങ്കിൽ വാഗ്ദത്ത യുഗത്തിന്റെ ശിക്ഷാ നടപടികളോ ക്രമീകരണങ്ങളോ അല്ല ന്യായപ്രമാണ യുഗത്തിലുള്ളത് എന്ന് കാണിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ നന്മ പ്രവർത്തിക്കുന്ന ഏവനും മഹത്വവും മാനവും സമാധാനവും ആദ്യ യഹൂദനും പിന്നെ അവനും ലഭിക്കും. തിന്മ പ്രവർത്തിക്കുന്ന ഏതൊരുവനും അതിന്റെ ശിക്ഷ ആദ്യ യഹൂദനും പിന്നെ അവനും വരും. അതിന്റെ അർത്ഥമെന്ന് പറയുന്നത് പദവിക്കനുസരിച്ചാണ്, ലഭിച്ചതിനനുസരിച്ചാണ്, അവരുടെ അറിവിനനുസരിച്ചാണ് ദൈവത്തിന്റെ ന്യായവിധി. അതേസമയം ലോകത്തിന്റെ ന്യായവിധി അങ്ങനല്ല. ലോ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നതിനെ അനുസരിച്ച് അത് ആരെയാണേലും അങ്ങ് ന്യായം വിധിക്കുകയാണ്. അതിന് ചെറിയ വേരിയേഷനേ ഉള്ളൂ. എന്നാൽ ദൈവം നമ്മെ ന്യായം വിധിക്കുന്നത് അവരവരുടെ അറിവിനനുസരിച്ചാണ്, പ്രവൃത്തിക്കനുസരിച്ചാണ്, ദൈവത്തിന്റെ നീതിക്കനുസരിച്ചാണ്. അതിന്റെ മേളിൽ നമ്മൾ കണ്ടു സത്യാനുസരണമായുള്ള വിധിയാണ് എന്ന് നമ്മൾ കാണുകയുണ്ടായി. ഇനി നമ്മൾ വായിക്കുമ്പോൾ 11-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ ദൈവത്തിന്റെ പക്കൽ എന്തില്ല? മുഖപക്ഷമില്ല. അപ്പൊ ദൈവത്തിന്റെ വിധി എങ്ങനെയാണ്? മുഖപക്ഷമില്ലാത്ത വിധിയാണ്. നമ്മളൊക്കെ എന്ത് ചെയ്യും? മുഖപക്ഷം കാണിക്കും. മുഖപക്ഷമൊക്കെ കാണിക്കാൻ സാധ്യതയുണ്ട്. എന്നാൽ ദൈവം തമ്പുരാന്റെ വിധി എന്ന് പറയുന്നത് അതൊരിക്കലും മുഖപക്ഷമില്ലാത്ത വിധിയാണ്. മുഖപക്ഷമില്ലാത്ത വിധിയാണ്. ഇനിയും ദൈവത്തിന്റെ വിധി എങ്ങനെയാണ്? അടുത്തതിലേക്ക് വരുമ്പോൾ 12-ാം വാക്യം വായിക്കുമ്പോഴോ ന്യായപ്രമാണമില്ലാതെ പാപം ചെയ്തവരൊക്കെ ന്യായപ്രമാണം കൂടാതെ നശിച്ചു പോകും. ന്യായപ്രമാണം ഉണ്ടായിട്ട് പാപം ചെയ്തവർ ന്യായപ്രമാണത്താൽ എന്ത് ചെയ്യും? വിധിക്കപ്പെടും. ഇവിടെ 2 കൂട്ടരാ. ഒന്ന് ന്യായപ്രമാണം കിട്ടിയവരും ന്യായപ്രമാണം കിട്ടാത്തവരും. അപ്പൊ ഇവരുടെ 2 കൂട്ടരുടെയും വെളിച്ചം എന്താണ്? അല്ലെ ദൈവീയ അറിവ് വ്യത്യാസമാണോ? ആണ്. ന്യായപ്രമാണം കിട്ടിയവർക്ക് കൂടുതൽ ദൈവത്തെ കുറിച്ച് അറിയാൻ കഴിഞ്ഞു. ന്യായപ്രമാണം കിട്ടാത്തവർക്ക് കുറച്ചേ അറിയാൻ കഴിഞ്ഞുള്ളൂ. അവർക്ക് പ്രകൃതി കൂടെയും ദൈനംദിന ജീവിതത്തിൽ കൂടെയൊക്കെ ഉള്ളത് ചെറിയ ചെറിയ കാര്യങ്ങളെ ദൈവത്തെ കുറിച്ച് അറിവുള്ളൂ. അതേസമയം ന്യായപ്രമാണം കിട്ടിയവർക്ക് വളരെ വ്യക്തമായി ദൈവം ആരാണെന്നും ദൈവത്തിന്റെ ഇടപാട് എന്താണെന്നും അവർക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പൊ അതിന്റെ അനുസരിച്ചായിരിക്കും ദൈവത്തിന്റെ വിധി. ചുരുക്കി പറഞ്ഞാൽ ലഭിച്ച വെളിച്ചത്തിനനുസരിച്ചായിരിക്കും എന്ത് വിധി എന്ന് പറയുന്നു. ഇത് നമുക്കറിയാലോ, ബൈബിൾ വായിക്കുമ്പോൾ പുതിയ നിയമത്തിൽ പറയുന്നുണ്ട് മാംസപ്പലകകളിൽ എഴുതിയത്. അപ്പോൾ നമ്മുടെ മനസാക്ഷി എന്ന് പറയുന്നത് ഹൃദയാന്തർഭാഗത്ത് എഴുതിയിരിക്കുന്ന ദൈവീയ കൽപ്പന അല്ലെ മനസാക്ഷി. കുറ്റപ്പെടുത്തുന്നതോ കുറ്റവിമുക്തമാക്കുന്നതോ ആയ ചിന്തയാണ് മനസാക്ഷി എന്ന് പറയുന്നത്. നമ്മുടെ മനസ്സിനകത്ത് നമ്മൾ തന്നെ കൊരിന്ത്യർ ലേഖനം 1-ാം പുസ്തകം 4-ാം അധ്യായത്തിൽ വായിക്കുന്നുണ്ട്. നിങ്ങൾ വിധിക്കുന്ന ഏത് വിധിയാലും എന്ന് പറഞ്ഞിട്ട് പറയുന്നുണ്ട്. അവിടെ വിധിയെക്കുറിച്ച് അവിടെ പറയും, ദൈവമോ ഇരുളിലുള്ളത് എന്ത് ചെയ്യും? വെളിച്ചത്താൽ. നമ്മൾ വിധിക്കുന്ന വിധിയൊന്നും ശരിയായിരിക്കാൻ സാധ്യതയില്ല എന്ന് പൗലോസ് അവിടെ പറയുന്നുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ദൈവ സൃഷ്ടിയിലൂടെ തന്റെ സ്വഭാവത്തിലൂടെ ഒക്കെ നമ്മൾക്ക് പഠനത്തിലൂടെ ഒക്കെ ദൈവം ഉണ്ടെന്നുള്ളത് ജാതികൾക്ക് മനസ്സിലാകുമ്പോൾ മറ്റവർക്ക് എന്ത് ചെയ്യുന്നു? അവർക്ക് ന്യായപ്രമാണം കൂടെ ദൈവം കൊടുത്തിരിക്കുന്നു. അപ്പോൾ യഹൂദന്മാരെ വിധിക്കുന്ന അതേ തട്ടിൽ വെച്ചായിരിക്കയില്ല ജാതികളെ വിധിക്കുന്നത്. ലഭിച്ച വെളിച്ചത്തിന് അനുസരണമായിട്ടായിരിക്കും ദൈവീയ വിധി. ഇനി 16-ാമത്തെ വാക്യത്തിൽ പറയുക, എന്റെ സുവിശേഷ പ്രകാരം ന്യായം വിധിക്കും. എന്റെ സുവിശേഷം, ദൈവം യേശുക്രിസ്തു മുഖാന്തരം മനുഷ്യരുടെ രഹസ്യങ്ങളെ എന്റെ സുവിശേഷ പ്രകാരം എന്ത് ചെയ്യും? ന്യായം വിധിക്കും. അപ്പോ സുവിശേഷത്തിന്റെ ആധികാരികത ഇവിടെ നമ്മൾ കാണുകയാണ്. ഇവിടെ നമ്മൾ സുവിശേഷത്തിന്റെ ആധികാരികത കാണുകയാണ്. എന്റെ സുവിശേഷ പ്രകാരം എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രസംഗിക്കുന്ന ആ സുവിശേഷം അതേ പരിധി ജീവിക്കണം. നമ്മുടെ ജീവിതം തന്നെ സുവിശേഷമായിരിക്കണം. എങ്കിൽ മാത്രമേ എന്റെ സുവിശേഷ പ്രകാരം, അഥവാ ഞാൻ നിങ്ങളോട് പ്രസംഗിച്ച
സുവിശേഷ പ്രകാരം ദൈവം നമ്മെ ന്യായം വിധിക്കും. ചുരുക്കി പറഞ്ഞാൽ 9 കൂട്ടം കാര്യങ്ങൾ ഞാൻ ഇവിടെ ദൈവീയ ന്യായവിധിയോടനുസരിച്ച് പറഞ്ഞു. അതിന് കാരണം അവര് പറയുകയാണ്, ഓ, ഞങ്ങൾ ഈ പാവങ്ങളൊന്നും ചെയ്യുന്നില്ല. അവര് കുരുള നിറഞ്ഞവരാ, കപടത നിറഞ്ഞവരാ, അകൃത്യത്തിൽ ജീവിക്കുന്നവരാ. പക്ഷെ ഞങ്ങൾ നോക്കാം, എന്റെ ഭാഷയെ ഒരതിര് പോലും ഞാൻ മാന്തിയിട്ടില്ല. അങ്ങേപ്പുറത്ത് വീഴുന്ന തേങ്ങ ഞങ്ങളുടെ മുറ്റത്താവുന്നു വീഴുന്നു. പക്ഷെ ഞാനത് അങ്ങോട്ട് അങ്ങിട്ട് കൊടുക്കും. ഞാൻ ആരുടെയും മോട്ടിക്കാറില്ല, ഞാൻ ആരുടെയും ഒന്നും ഒരു തെറ്റും നിങ്ങൾ പറയുന്നതിന് വിട്ടൊന്നും അല്ല എന്നാരേലും പറഞ്ഞാൽ അവിടെ പറയുക, അങ്ങനെ പറയുന്നവനെ നീ വിധിക്കുന്ന വിധിയാൽ തന്നെ നീ മറ്റുള്ളവരെ എന്ത് ചെയ്യുക? വിധിക്കുന്നവനാ. എന്നിട്ട് അപ്പോ യഹൂദന്മാരും പറയും ഞങ്ങൾ അവരെ പോലല്ല. ജാതികൾ പറയും, ജാതികളുടെ കൂട്ടത്തിൽ ധാർമ്മികരായിട്ട് ജീവിക്കുന്നവർ പറയും ഞങ്ങൾ ആരെയും കൊല്ലുകയും തിന്നുകയും ഒന്നും ചെയ്യുന്നില്ലല്ലോ. അവരോട് പറയുക, ഹേ മനുഷ്യ, വിധിക്കുന്ന മനുഷ്യ, നീ വിധിക്കുന്ന വിധിയാലാണ് നിന്നെ തന്നെ വിധിക്കുന്നത്. നീ അത് വിധിക്കുന്നു, പക്ഷെ നീ അതെന്ത് ചെയ്യുന്നില്ല? പ്രവർത്തിക്കുന്നില്ല. എന്നിട്ട് ദൈവത്തിന്റെ വിധി എങ്ങനെയാണെന്നുള്ളത് അവിടെ വിവരിച്ചു കൊടുക്കുകയാണ്. ഒന്നാമത് പറയുകയാണ്, ദൈവത്തിന്റെ വിധി എന്ന് പറയുന്നത് സത്യാനുസരണമായ വിധിയാണ്. സത്യാനുസരണമായ വിധിയാണ്. അത് 2-3 വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നു. അവിടെ കൈക്കൂലി കൊടുക്കാനോ ഒന്നും പറ്റിയേ. ലോകം കൊടുക്കുന്ന കൈക്കൂലിക്ക് ബ്രൈബറി എന്ന് പറയുമ്പോൾ ആത്മീയര് കൊടുക്കുന്ന കൈക്കൂലിക്ക് സൈമണി എന്നാ പറയുന്നത്. സൈമണി നമുക്കറിയാലോ. സൈമനെ പരിശുദ്ധാത്മാവ് പ്രാപിക്കാൻ വേണ്ടി എന്തോ ചെയ്തു? പൈസ കൊണ്ട് കൊടുത്തില്ലേ? അതുകൊണ്ടാണ് ആ പേര് വന്നത്, സൈമണി. ആത്മീയ കാര്യസാധ്യത്തിന് വേണ്ടി കൊടുക്കുന്ന എല്ലാ ബ്രൈബറിക്കും സൈമണി എന്നാ പറയുന്നത്. അതേസമയം ലോകം കൊടുക്കുന്നതിന് കൈക്കൂലി എന്ന് തന്നെയാ പറയുന്നത്. അതുകൊണ്ട് കൈക്കൂലി കൊടുത്തോ ഒന്നും ദൈവത്തെ പ്രസാദിപ്പിക്കാൻ പറ്റുകയില്ല. എന്തുകൊണ്ടെന്നാൽ ദൈവത്തിന്റെ വിധി സത്യാനുസരണമായിട്ടുള്ളതായിരിക്കും. അങ്ങനെ സത്യാനുസരണമായി വിധിക്കുമ്പോ തന്നെ നമുക്ക് ദൈവം ദീർഘക്ഷമ നൽകും, ദയ നൽകും. പിന്നെന്തോ നൽകും? നമ്മൾ മാനസാന്തരപ്പെടാനായിട്ട് ദൈവം ക്ഷമ കാണിക്കും, ദീർഘശാന്തി നൽകും. എന്നിട്ടും ഇതെല്ലാം നിരസിച്ച് കഠിനമായ അനുതാപമില്ലാത്ത ഹൃദയമാണെങ്കിൽ ദൈവം തീർച്ചയായും അനുതാപമില്ലാത്ത ഹൃദയത്തെ ദൈവം എന്ത് ചെയ്യും? ശിക്ഷിക്കും. അനുതാപമില്ലാത്ത അതിന്റെ ഐശ്വര്യത്തെ നിരസിച്ചാൽ ദൈവം ശിക്ഷ നൽകും, ദൈവം വിധിക്കും. എന്നിട്ട് പറയാ, നിന്റെ ഹൃദയകാഠിന്യത്താലും അനുതാപമില്ലാത്ത ഹൃദയത്താലും നീ ദൈവത്തിന്റെ നീതിയുള്ള വിധി വെളിപ്പെടുത്തുന്ന കോപ ദിവസത്തേക്ക് നിനക്ക് തന്നെ എന്ത് ചെയ്യുന്നു? കോപം ചതിച്ചു വെക്കുന്നു. മൂന്നാമത് ദൈവത്തിന്റെ വിധി നീതിയുള്ള വിധിയായിരിക്കും. ദൈവത്തിന്റെ സിംഹാസനം തന്നെ നീതിയുള്ള സിംഹാസനമാണ്. ഇന്ന് ലോകത്തിൽ നമുക്ക് നീതി കിട്ടത്തില്ല, ഒരിക്കലും കിട്ടണമെന്നില്ല. അടുത്തത് 6, 7, 8 വാക്യങ്ങൾ അനുസരിക്കാത്തവരും. അനുസരിക്കുന്നവർക്ക് എന്താ കിട്ടുന്നത്? തേജസ്, മാനം, അക്ഷയത, നിത്യജീവൻ. അനുസരിക്കാത്തവർക്ക് എന്താ കിട്ടുന്നത്? കോപവും ക്രോധവും. ഇനിയും അടുത്തത് നമ്മൾ ചിന്തിച്ച 9-ാം വാക്യത്തിൽ പദവികൾക്ക് അനുസരണമായിട്ടാണ് യഹൂദന്മാരെയും ജാതികളെയും ഒരുപോലല്ല ദൈവം ന്യായം വിധിക്കുന്നത്. എന്തുകൊണ്ടെന്നാൽ യഹൂദന്മാർക്ക് ന്യായപ്രമാണം കിട്ടി, ജാതികൾക്ക് എന്തേ ഉള്ളൂ? മനസാക്ഷിയുടെ പ്രമാണമേ ഉള്ളൂ. അവരുടെ അറിവ് കുറവാണ്. അതുകൊണ്ട് കൂടുതൽ കിട്ടിയതിലൂടെ കൂടുതൽ ചോദിക്കും. ഇനിയും 7-ാമതായി 11-ാം വാക്യത്തിൽ പറയുക, മുഖപക്ഷമില്ലാത്ത വിധിയായിരിക്കും. ദൈവത്തിന്റെ വിധി മുഖപക്ഷമില്ലാത്ത വിധിയായിരിക്കും. 12-ാം വാക്യത്തിൽ പറയുക, ലഭിച്ച വെളിച്ചത്തിനനുസരിച്ചായിരിക്കും ദൈവത്തിന്റെ വിധി. ന്യായപ്രമാണം ഉള്ളവരെ ന്യായപ്രമാണം വെച്ചും ന്യായപ്രമാണം ഇല്ലാത്തവരെ മനസാക്ഷി വെച്ചും അവരുടെ അറിവ് വെച്ചും ദൈവം എന്ത് ചെയ്യും? വിധിക്കും. 9-ാമത് പറയുക, നമ്മൾ പ്രസംഗിക്കുന്ന സുവിശേഷം വെച്ച് അവരെ എന്ത് ചെയ്യും? ന്യായം വിധിക്കും. എന്റെ സുവിശേഷം പ്രകാരം എന്ന് പറയണമെങ്കിൽ സുവിശേഷം പോലെ നമ്മുടെ ജീവിതമായിരിക്കണം. നമ്മുടെ ജീവിതം തന്നെ സുവിശേഷമായിരിക്കണം. അതുകൊണ്ടാണ് 5-ാം സുവിശേഷമാണ് നാം ഓരോരുത്തരും എന്ന് പറയുന്നതിന്റെ കാരണം തന്നെ അതാണ്. അതുകൊണ്ട് സുവിശേഷം മറ്റുള്ളവരോട് പറയാനുള്ള ഉത്തരവാദിത്വം ആർക്കുണ്ട്?
നമുക്കുണ്ട്. ഇപ്പൊ 1 മുതൽ 16 വരെയുള്ള വാക്യങ്ങളിൽ ചുരുക്കി പറഞ്ഞാൽ എനിക്കൊരു ശിക്ഷാവിധിയും ഇല്ല എന്ന് പറയുന്ന, ഞങ്ങൾ പാപമൊന്നും ചെയ്യുന്നില്ല, ഞങ്ങൾ അത്തരക്കാരല്ല എന്ന് പറയുന്നവരോട് ദൈവദാസൻ പറയാണ്, ഹേ മനുഷ്യ, അവിടെ വിളിക്കുന്നത് ഹേ മനുഷ്യ എന്ന്. ഹേ മനുഷ്യ, നിങ്ങൾ പറയുന്നതിനൊട്ടൊന്നുമല്ല. ദൈവം മുഖപക്ഷമില്ലാതെ സത്യാനുസരണമായി നീതിയോടെ അവരവർക്ക് ലഭിച്ച വെളിപ്പാടനുസരിച്ച് സുവിശേഷ പ്രകാരം മുഖപക്ഷമില്ലാതെ എന്ത് ചെയ്യും? നീതിയുള്ള വിധി വിധിക്കും. അപ്പോൾ അവർക്ക് നല്ലവണ്ണം ഈ വചനം പ്രമാണിച്ച് ജീവിച്ചവർക്ക് തേജസ് കിട്ടും, അക്ഷയത കിട്ടും, പിന്നെ മാന്യത കിട്ടും, നിത്യജീവൻ കിട്ടും. അല്ലാത്തവർക്ക് ക്രോധവും ന്യായവിധിയും മാത്രമേ ഉള്ളൂ, കോപവും ഒക്കെ ഉള്ളൂ എന്ന് 1 മുതൽ 16 വരെയുള്ള വാക്യങ്ങളിൽ പറയുകയാണ്. ഞാൻ പറഞ്ഞതിന്റെ ചുരുക്കം, നമുക്ക് സമയമില്ലാത്തത് കൊണ്ട് വിശാലമായി പോകാത്ത, അല്ലെ ഇതിനെ തെളിയിക്കുന്ന ഒത്തിരി വാക്യങ്ങളൊക്കെ ബൈബിളിലുണ്ട്, അത് നമുക്ക് എടുത്തു പറയാമായിരുന്നു, പക്ഷെ നമ്മൾ അതിന് പോകുന്നില്ല. അപ്പോ ഇത്രയും ജാതികളോടുകൂടെ ബന്ധപ്പെട്ടാ പറയുന്നത്. അപ്പൊ യഹൂദന്മാർക്ക് വാലങ്ങ് മുളച്ചു, അഥവാ കൊമ്പ് മുളച്ചു. അവര് പറഞ്ഞു, ഞങ്ങൾ സുരക്ഷിതരാണ്. യഹൂദന്മാർക്ക് എല്ലായ്പ്പോഴും ഉണ്ടായിരുന്നു, പൊങ്ങച്ചമുള്ളവരാണല്ലോ, ഇന്നത്തെ പരീശന്മാരെ പോലെ, അല്ലെ പരീശ ഭക്തിയുള്ളവരെ പോലെ. അന്നും യഹൂദന്മാർക്ക് വലിയ എന്തോ ഉണ്ടായിരുന്നു, ആഠ്യത്വ മനോഭാവം ഉണ്ടായിരുന്നു. ഞങ്ങൾ സംതിങ് സ്പെഷ്യൽ ആണെന്നൊരു ചിന്ത അവർക്കുണ്ടായിരുന്നു. അപ്പൊ 1:17 നമ്മൾ വായിക്കുന്ന എന്തുവാ? സുവിശേഷത്താൽ വിശ്വസിക്കുന്ന ഏവർക്കും നീതീകരണമാണ്. 1-ാം അധ്യായം 17-ാം വാക്യമാണ് ഈ ലേഖനത്തിന്റെ താക്കോൽ വാക്യം. അവിടെ പറഞ്ഞു, വിശ്വസിക്കുന്നവർക്ക് എന്തോ ഉണ്ട്? നീതീകരണമുണ്ട്. തിരസ്കരിച്ചാൽ എന്താ കിട്ടും? ന്യായവിധി ഉണ്ട്. ക്രൂരരായ ജാതികൾക്കും സന്മാർഗികളായ ജാതികൾക്കും എന്തോ ഉണ്ട്? ന്യായവിധി ഉണ്ട്. എന്തുകൊണ്ട് ന്യായവിധി? അവർക്ക് കിട്ടിയ വെളിച്ചം അനുസരിച്ച് അവര് ജീവിച്ചില്ലെങ്കിൽ എന്തോ ഉണ്ട്? ന്യായവിധിയുണ്ട്. അത് ക്രൂരർക്കും ഉണ്ട്, സന്മാർഗികൾക്കും ഉണ്ട്. അത് എങ്ങനെയുള്ള ന്യായവിധി ആയിരിക്കും എന്നാണ് നമ്മൾ 2-ാം അധ്യായത്തിൽ പഠിച്ചത്. സത്യാനുസരണമായ, പദവിക്കനുസരിച്ച, അറിവിനെ മാനദണ്ഡമാക്കിയ, മുഖപക്ഷമില്ലാത്ത, സുവിശേഷം വെച്ചുള്ള ന്യായവിധി. അപ്പൊ യഹൂദന്മാര് പറഞ്ഞു, ഞങ്ങൾ രക്ഷപ്പെട്ടു. ഞങ്ങൾ എന്തോ ചെയ്തു? രക്ഷപ്പെട്ടു. അതെന്നാ? ഞങ്ങൾ ദൈവത്തിന്റെ സ്വന്തം ജനമാണ്. ഞങ്ങളാരാ? സ്വന്തം ജനമാണ്. അപ്പൊ ഇവിടെ പൗലോസ്ലീഹ യഹൂദന്മാരിലേക്ക് വിരൽ ചൂണ്ടുക. ഈ അഭിപ്രായമുള്ള യഹൂദന്മാരെ മുന്നേ നിർത്തിക്കൊണ്ട് പൗലോസ്ലീഹ എഴുതാൻ പോവാം. പ്രമാണം ലഭിച്ച യഹൂദനും ജാതികളും തമ്മിൽ വ്യത്യാസമുണ്ടോ എന്ന ചോദ്യം ഉണ്ടല്ലോ, ന്യായമായി ഉയരാം. അതിനുള്ള ഒരു ഉത്തരം നൽകുക. അവര് പദവിയിലും അവകാശങ്ങളിലും ഊറ്റം കൊള്ളുന്നവരാ യഹൂദന്മാര്. ഉടമ്പടിയുടെ ജനങ്ങളാണ്. അവരാരാ? ഉടമ്പടിയുടെ ജനങ്ങളാണ്. നമുക്കറിയാം, യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായത്തിൽ കർത്താവ് പറയുന്നുണ്ട്, നിങ്ങൾ അബ്രഹാമിന്റെ സന്തതികളെന്ന് നിങ്ങൾ വലിയ രീതിയിൽ അഹങ്കരിക്കൊന്നും വേണ്ട, നിങ്ങള് പിശാചിന്റെ സന്തതികളാണ്, അല്ല അബ്രഹാമിന്റെ സന്തതികളൊന്നും അല്ല എന്ന് കർത്താവ് പറയുന്നുണ്ട്. അപ്പൊ അവര് ഊറ്റം കൊണ്ടിരുന്നു, പല കാര്യങ്ങളിൽ അവരെ ഊറ്റം കൊണ്ടിരുന്നു. അത് 3-ാം അധ്യായത്തിൽ നമ്മൾ പഠിക്കും. അവര് പല കാര്യങ്ങളിൽ ഊറ്റം കൊണ്ടു. ഇവിടെ അവര് തങ്ങളെ തന്നെ പറയുന്നത്, ഞങ്ങൾ ഉടമ്പടിയുടെ ജനങ്ങളാണ്. അതുകൊണ്ട് ഒരു തെറ്റായ സുരക്ഷിത ബോധം ആർക്കുണ്ടായിരുന്നു? യഹൂദന്മാർക്കുണ്ടായിരുന്നു. ഒരു തെറ്റായ സുരക്ഷിത ബോധം ഉണ്ടായിരുന്നു. ഇപ്പൊ നമുക്കറിയാം, ഫിനാൻഷ്യൽ സെക്യൂരിറ്റി. ഇപ്പൊ ക്യാമറയൊക്കെ വീട്ടിൽ വെച്ചേക്കാണെങ്കിൽ നമ്മുടെ മനസ്സിനകത്ത് നല്ല ആശ്വാസമാണ്. ഞാൻ ഇച്ചിരി ദൂരെ പോയാലും ക്യാമറ മൊബൈലിലൂടെ കാണാമല്ലോ, ആര് വരുന്നു, എങ്ങനെ പോകുന്നു എന്നുള്ളത്. അല്ലെങ്കിൽ നമ്മുടെ അലക്സ മുന്നറിയിപ്പ് നൽകുമല്ലോ എന്നൊക്കെ ഉള്ളൊരു ചിന്ത അറിയാതെ നമ്മുടെ മനസ്സിലുണ്ട്. പക്ഷെ ഇതൊന്നും സുരക്ഷിതമല്ല. പണം സുരക്ഷിതമാണോ? അല്ല. വീടിന്റെ സെക്യൂരിറ്റി സുരക്ഷിതമാണോ? അതുമല്ല. എല്ലാം സുരക്ഷിതമില്ലാത്ത, അതൊരു എന്തുവാ, പിന്നെ തെറ്റായ സുരക്ഷിത അഭിമാനമാണ്. ഇതുപോലെ യഹൂദന്മാർക്കും എന്തോ ഉണ്ടായിരുന്നു? തെറ്റായ സുരക്ഷാ മനോഭാവം ഉണ്ടായിരുന്നു. ഇനി ആ 16-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ നമ്മൾ കാണുന്നത്, 16-ാം വാക്യത്തിൽ പറയും, ദൈവ സുവിശേഷ പ്രകാരം. 17-ാം വാക്യത്തിൽ, നീയോ യഹൂദൻ എന്ന് പേരുകൊണ്ട് ന്യായപ്രമാണത്തിൽ ആശ്രയിച്ചിട്ടും
ദൈവത്തിൽ പ്രശംസിച്ചും ന്യായപ്രമാണത്തിൽ നിന്ന് പഠിക്കാൻ അവന്റെ ഇഷ്ടം അറിഞ്ഞും എന്നാ തുടങ്ങുന്നത്. അപ്പൊ ഇവിടെ 3 കാര്യങ്ങളാണ് യഹൂദന്മാരെ ഈ അധ്യായത്തിൽ പ്രശംസിക്കുന്നതായിട്ട് പറയുന്നത്. ഒന്ന്, യഹൂദൻ എന്നുള്ള പദവി, യഹൂദൻ എന്നുള്ള പദവി അഥവാ ഇസ്രായേൽ എന്നുള്ള പദവി. 2, ന്യായപ്രമാണം ഞങ്ങൾക്ക് കിട്ടിയെന്നുള്ള അഭിമാനം. 3, സർക്കംസിഷൻ അഥവാ പരിച്ഛേദനം. ഇത് 3 അവരുടെ പ്രശംസാ വിഷയങ്ങളിൽ ഉൾപ്പെട്ടതായിരുന്നു. ഈ അധ്യായത്തിൽ ഈ 3 കാര്യങ്ങളെയാണ് പൗലോസ് തൊട്ടു പറയുന്നത്. അപ്പൊ അവർക്ക് ഉണ്ടായിരുന്ന 3 പദവി പ്രശംസാ വിഷയം എന്ന് പറയുന്നത്, ഞങ്ങൾ യഹൂദന്മാരാ. 2, ഞങ്ങൾക്ക് ന്യായപ്രമാണമുണ്ട്. 3, ഞങ്ങൾ പരിച്ഛേദനയേറ്റവരാ. അല്ല ലോകക്കാരെ പോലെ അഗ്രചർമ്മികളൊന്നുമല്ല. ഞങ്ങള് നോക്കാൻ ദൈവത്തിന്റെ ചുടടയാളം ഞങ്ങളുടെ ശരീരത്തിൽ, ദൈവത്തിന്റെ സൈൻ ഞങ്ങളുടെ ശരീരത്തിൽ വഹിക്കുന്നവരാ. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചോ, 1-ാം അധ്യായം 1-ാം വാക്യത്തിൽ ആരംഭിച്ചത് ഓ മാൻ എന്ന് പറഞ്ഞ, ഓ മാൻ, വിധിക്കുന്ന ഏതു മനുഷ്യനുമായുള്ളവേ എന്ന് പറഞ്ഞാൽ തുടങ്ങി. പക്ഷേ ഇവിടെ പറയുന്നതോ ലുക്ക് യു ആർ കോൾഡ് എ ജൂ. അപ്പൊ ഓമാൻ മാറി ഇപ്പൊ എന്തോ ആയി, ജൂ ആയി മാറി. അപ്പം മറ്റേത് സന്മാർഗികളായ ജാതികളോട് സംസാരിച്ചിട്ട് ഡയറക്റ്റ് ആരിലേക്ക് മുഖം തിരിച്ചു, യഹൂദന്മാരിലേക്ക് അദ്ദേഹം മുഖം തിരിച്ച് കാര്യങ്ങൾ പറയുക. അപ്പൊ അവരുടെ സ്വയപുകഴ്ചയും പ്രശംസയുടെ കാര്യങ്ങളും ഒക്കെ ഈ ഭാഗത്ത് നമുക്ക് കാണാം. അതാണ്ട് 11 കൂട്ടം കാര്യങ്ങൾ ഇവിടെ പറയുന്നുണ്ട്. 11 കൂട്ടം കാര്യങ്ങൾ യഹൂദന്മാര് സ്വയപ്രശംസയായി പറഞ്ഞത് ഈ ഭാഗത്ത് കാണുവാനായിട്ട് കഴിയുന്നു. നമുക്കറിയാം, പാരമ്പര്യം, ഹെറിറ്റേജ് ആൻഡ് ഗുഡ് നെയിം, അത് വളരെ അനുഗ്രഹിക്കപ്പെട്ടതാണ്. അവരെ യഹൂദന്മാരെ പരാമർശിക്കാൻ 3 പദങ്ങളാണ് ഉപയോഗിക്കാറുള്ളത്, ഇല്ലേ? 1, ഇസ്രയേൽ. ഇസ്രയേൽ എന്ന പദം അവരുടെ ലാൻഡിനോട് റിലേറ്റഡ്. 2, ഹീബ്രൂസ്, അവരുടെ ലാംഗ്വേജിനോട് റിലേറ്റഡ്. 3, ജൂസ്, അവരുടെ നാഷണാലിറ്റിയോട് റിലേറ്റഡ്. അപ്പൊ ഇസ്രയേൽ, ഹീബ്രൂസ്, ജൂസ്, ഈ 3 പേരും അവരുടെ നാടിനോട് അഥവാ ലാൻഡിനോട്, ഭാഷയോട്, അവരുടെ നാഷണാലിറ്റിയോട് ബന്ധപ്പെട്ട പേരുകൾ. ഇതിലവര് പ്രശംസിച്ചിരുന്നു, ഇതിലവര് ഊറ്റം കൊണ്ടിരുന്നു. യഹൂദ എന്ന പേരിന്റെ അർത്ഥം നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മൾ കേട്ട് നമ്മുടെ തലച്ചോറിനകത്ത് പതിഞ്ഞ ഒരു പദവാ യഹൂദ. ആദ്യം പുറപ്പെടട്ടെ, അതിന്റെ അർത്ഥം സ്തുതി. ആദ്യം പുറപ്പെടട്ടെ. ഉപവാസ പ്രാർത്ഥനയൊക്കെ വെക്കുമ്പോൾ ദൈവദാസന്മാര് ആദ്യം വന്ന് പറയുന്നതാ. കുറച്ചു നേരം എന്നിട്ട് നമ്മളോട് പറയും, സ്തുതിക്കാൻ പറയും. കാര്യം യുദ്ധം തുടങ്ങാൻ പോവുക, ഇനിയിപ്പൊ സ്തുതിച്ച് നമുക്ക് അങ്ങോട്ട് തുടങ്ങാമെന്ന് പറയും എന്ന് പറയുന്നത് പോലെ. ഞാനതിനെ കുറ്റം പറഞ്ഞതല്ല, മനസ്സിലാകാൻ വേണ്ടി പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ. അപ്പൊ സ്തുതി എന്നതിന്റെ അർത്ഥം നമുക്കറിയാം. എസ്തേറിന്റെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, അവൻ യഹൂദനെങ്കിൽ നീ അവനെ എന്ത് ചെയ്യല, ജയിക്കയില്ല. അപ്പൊ അവര് പ്രശംസിച്ചതായിട്ട് ഈ യഹൂദൻ എന്നുള്ള പേരിൽ അവൻ എന്ത് ചെയ്തു, പ്രശംസിച്ചു. പൗലോസ് തന്നെ പ്രശംസിച്ച പല കാര്യങ്ങളുണ്ട്. ആദ്യം അവൻ സെൽഫ് സെന്റേർഡ് പ്രശംസയായിരുന്നില്ലേ? അവന്റെ പോസ്റ്റിംഗ് മുഴുവനും സെൽഫ് സെന്റേർഡ് ആയിരുന്നു. പിന്നെ അവൻ ദൈവത്തിൽ കേന്ദ്രീകൃതമായ ക്രൈസ്റ്റ് സെന്റേർഡായ പ്രശംസയിലേക്ക് വരുന്നത് ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നു. അപ്പൊ ദൈവത്തിന്റെ സ്വന്തം ജനമെന്നുള്ള പേര് ആർക്കുണ്ടായിരുന്നു? യഹൂദന്മാർക്കുണ്ടായിരുന്നു. അതൊക്കെ ഒത്തിരി കാര്യങ്ങൾ പറവാൻ എനിക്ക് ആഗ്രഹമുണ്ടെങ്കിലും അവരഭിമാനിച്ചിരുന്ന 12 കൂട്ടം കാര്യങ്ങളാണ് നമ്മൾ ഇവിടെ വായിക്കുന്നത്. അതിനകത്ത് 1-ാമത്തെ കാര്യം, നീയോ യഹൂദൻ, ഒരു നല്ല പേരിൽ അവരെ പ്രശംസിച്ചു. ഞാൻ പറഞ്ഞാൽ അവരുടെ 3 നാമങ്ങൾ, 1 ഇസ്രയേൽ, ലാൻഡിനോട് ബന്ധപ്പെട്ട്; ഹീബ്രു, ലാംഗ്വേജിനോട് ബന്ധപ്പെട്ട്; ജൂസ്, നാഷണാലിറ്റിയോട് ബന്ധപ്പെട്ട്. അപ്പൊ സ്തുതി എന്നാണ് ആ പേരിന്റെ അർത്ഥം. അതുകൊണ്ട് അവരുടെ പേരിൽ, ആ ജൂ എന്നുള്ള പേരിൽ അവരെന്ത് ചെയ്തിരുന്നു? പ്രശംസിച്ചിരുന്നു. നമുക്കും പലപ്പോഴും പലതിലും എന്തുണ്ട്? പ്രശംസയുള്ളവരാണ്. രണ്ടുപേരും പ്രശംസിച്ചുകൊണ്ടിരുന്നത് എന്തിലാണ്? 17-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നുണ്ടോ? നീയോ യഹൂദനെന്ന് പേരുകൊണ്ടും. 2, ന്യായപ്രമാണത്തിൽ. അവര് പ്രശംസിച്ചുകൊണ്ടിരുന്ന 2-ാമത്തെ കാര്യം എന്താണ്? ന്യായപ്രമാണമാണ്. ആവർത്തന പുസ്തകം 4-ന്റെ 8 നമ്മൾ വായിക്കുന്നത് എങ്ങനെ?
ആവർത്തന പുസ്തകം 4-ാം അധ്യായം അതിന്റെ 8-ാം വാക്യത്തിൽ നമ്മള് വായിക്കുന്ന അത്, ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ വെക്കുന്ന ഈ സകല ന്യായപ്രമാണം പോലെ ഇത്ര നീതിയുള്ള ചട്ടങ്ങളും വിധികളും ഉള്ള ശ്രേഷ്ഠ ജാതി ഏതുള്ളൂ. അപ്പൊ അവര് ന്യായപ്രമാണത്തിൽ എന്ത് ചെയ്തു? പ്രശംസിച്ചു. ന്യായപ്രമാണം സീനായി മലയിൽ വെച്ച് ദൂതൻ മുഖാന്തരം നേരിട്ട് കിട്ടിയതാ, മറ്റാർക്കും കിട്ടാത്തതാ, ദൈവം തന്നെ എഴുതി നൽകിയതാ. അതുകൊണ്ട് അവര് ന്യായപ്രമാണത്തിൽ എന്ത് ചെയ്തു? പ്രശംസിച്ചു. അവിടെ നമ്മൾ വായിക്കുന്ന അഗ്നിമയമായ പ്രമാണമെന്ന അല്ലേ? നെഹമ്യ 9:13 വായിക്കുമ്പോൾ അഗ്നിമയമായ പ്രമാണം, അതിലവരെന്ത് ചെയ്തു? പ്രശംസിക്കുകയുണ്ടായി. ഇനി അവർ പ്രശംസിച്ച മൂന്നാമത്തെ കാര്യം എന്തുവാ? 18-ാമത്തെ വാക്യം, ദൈവത്തിൽ പ്രശംസിച്ചു. അവരെന്ത് ചെയ്തു? ദൈവത്തിൽ എന്ത് ചെയ്തു? പ്രശംസിച്ചു. ആവർത്തനം 4:7 നമ്മൾ വായിക്കുന്നുണ്ട്. 4-ാം അധ്യായം ആവർത്തന പുസ്തകം 4-ാം അധ്യായം, നമ്മുടെ ദൈവമായ യഹോവയോട് നാം വിളിച്ചപേക്ഷിക്കുമ്പോഴൊക്കെയും അവൻ നമുക്ക് അടുത്തിരിക്കുന്നത് പോലെ, ദൈവം ഇത്ര അടുത്തിരിക്കുന്ന ശ്രേഷ്ഠജാതി ഏതുള്ളൂ. അപ്പൊ അവരെ ദൈവത്തിൽ പ്രശംസിച്ചു. അന്നത്തെ കാലത്ത് ഓരോ ജാതിക്കും ഓരോ ദൈവം. ഫെലിസ്ത്യരുടെ ദൈവം കാല് കൈ ഒടിഞ്ഞ് പെട്ടകത്തിന് മുമ്പിൽ കിടക്കുന്നത് നമുക്കറിയാം, ഇല്ലേ? ദാഗോന്റെ ക്ഷേത്രം. അല്ലെ യഹൂദന്മാർ, പിന്നെ ബാബിലോണിയരുടെ ദൈവം. അങ്ങനെ ഓരോ ജാതിക്കും ഓരോ ദൈവം, ഓരോ ദേശത്തിനും ഓരോ ദൈവം. നമുക്ക് ഇന്ത്യയിൽ തന്നെ അറിയാമല്ലോ എത്ര ഉണ്ടെന്നുള്ളത് നമുക്കറിയാം. അപ്പൊ ഓരോ ദേശത്തിനും ഓരോ ദൈവം. അപ്പൊ അവരവരുടെ ദൈവത്തിൽ അവരെന്ത് ചെയ്യും? പ്രശംസിക്കും. ഇതുപോലെ ഇസ്രായേൽക്കാര്, യഹൂദന്മാര് അവരുടെ ദൈവത്തിൽ എന്ത് ചെയ്തു? പ്രശംസിച്ചു. ഞങ്ങൾക്ക് മാത്രമേ ഏകമത വിശ്വാസമുള്ളൂ, മറ്റുള്ളവരെല്ലാം എന്ത് ചെയ്യുക? ബഹുദൈവ വിശ്വാസികളാണ്. എന്നാൽ യഹോവ ഏകൻ, അതിലവരെ മോണോത്തിസ്റ്റിക് ബിലീവിൽ അവരേറെ പ്രശംസിച്ചിരുന്നു. അപ്പൊ ദൈവത്തിൽ അവരെ പ്രശംസിച്ചു. ഇനി അവര് പ്രശംസിച്ചത് എന്തുവാ? 18-ാം വാക്യത്തിൽ, ന്യായപ്രമാണത്തിൽ നിന്ന് പഠിക്കാൻ അവരെന്ത് ചെയ്തു? ന്യായപ്രമാണത്തിൽ നിന്ന് പഠിക്കാൻ അവര് ഭേദാഭേദങ്ങളൊക്കെ എന്ത് ചെയ്തു? അവരെ പഠിച്ചു. അഥവാ ദൈവ ഇഷ്ടം അവരറിഞ്ഞു. ദൈവത്തിൽ പ്രശംസിച്ചു. ന്യായപ്രമാണത്തിൽ നിന്ന് പഠിക്കാൻ അവന്റെ ഇഷ്ടം അറിഞ്ഞു. അപ്പൊ ന്യായപ്രമാണം കിട്ടുക മാത്രമല്ല, ദൈവ ഇഷ്ടം അവരെന്ത് ചെയ്തു? അറിഞ്ഞു. ദൈവേഷ്ടം അറിഞ്ഞവരാണ് അവര്. 147-ാം സങ്കീർത്തനം 19-20 വാക്യം വായിക്കുമ്പോൾ അവിടെ വായിക്കുന്ന, അവൻ യാക്കോബിന് തന്റെ വചനവും ഇസ്രായേലിന് തന്റെ ചട്ടങ്ങളും വിധികളും വെളിപ്പെടുത്തുന്നു. അങ്ങനെ യാതൊരു ജാതിക്ക് അവൻ ചെയ്തിട്ടില്ല, അവന്റെ വിധികളെ അവർ അറിഞ്ഞിട്ടുമില്ല, യഹോവേ സ്തുതിപ്പീൻ എന്ന് വായിക്കുന്നുണ്ട്. അപ്പൊ അവര് ദൈവത്തിന്റെ ഇഷ്ടം അറിഞ്ഞവരാണ്. ഇനി അടുത്തത് വായിക്കുമ്പോഴോ ദൈവത്തിന്റെ ഇഷ്ടം അറിഞ്ഞു. ദൈവത്തിന്റെ ഇഷ്ടം അറിഞ്ഞു മാത്രമല്ല, 5-ാമത്തെ കാര്യം 18-ാം വാക്യം, ഭേദങ്ങളെ അവരെന്ത് ചെയ്തു? വിവേചിച്ചു. ശരിയേത്, തെറ്റേത്, നന്മയേത്, തിന്മയേത് എന്നവരെന്ത് ചെയ്തു? ഭേദങ്ങളെ അവര് വകതിരിച്ചു. ദൈവീയ പരിജ്ഞാനം അവർ ന്യായപ്രമാണത്തിൽ നിന്ന് ഗ്രഹിച്ചവരാ. ഭേദങ്ങളെ അവരെന്ത് ചെയ്തു? വിവേചിച്ചറിഞ്ഞവരാ. ഇനി അടുത്ത കാര്യം, ജ്ഞാനത്തിന്റെയും സത്യത്തിന്റെയും സ്വരൂപം ന്യായപ്രമാണത്തിൽ നിന്ന് ഗ്രഹിച്ചു. 19-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, ജ്ഞാനത്തിന്റെയും സത്യത്തിന്റെയും സ്വരൂപം ന്യായപ്രമാണത്തിൽ നിന്ന് അവർക്ക് എന്ത് ചെയ്തു? ലഭിച്ചു. ചുരുക്കി പറഞ്ഞാൽ നമ്മളൊരു പാട്ട് പാടും, അജ്ഞനെ ജ്ഞാനിയാക്കുവാൻ വചനജ്ഞാനമാ. അപ്പോൾ നമ്മുടെ ന്യായപ്രമാണം നമ്മെ ആരാക്കുന്നു? ജ്ഞാനികളാക്കുന്നു. സത്യത്തിന്റെയും ജ്ഞാനത്തിന്റെയും സ്വരൂപം, അതിന്റെ രൂപം, അതിന്റെ ഒറിജിനാലിറ്റി, ഗൈഡൻസ് നമ്മൾ എവിടുന്ന് കിട്ടിയവരാ? അതിന്റെ കോൺഫിഡന്റ് നമ്മൾ എവിടുന്ന് കിട്ടിയവരാ? ന്യായപ്രമാണത്തിൽ നിന്ന് കിട്ടിയവരാ. ഇനി ഇത്രയും മാത്രമല്ല, അവ നമ്മളെ പഠിപ്പിച്ചവരാ, ന്യായപ്രമാണത്തിൽ നിന്ന് അറിഞ്ഞവരാ. മാത്രമല്ല, നമ്മൾ ഇത് അറിഞ്ഞിട്ട് കുരുടർക്ക് വഴികാട്ടുന്നവരാ. നമ്മളല്ല, യഹൂദന്മാർ. 7-ാമത്തെ കാര്യം, കുരുടർക്ക് വഴികാട്ടുന്നവർ. നമുക്ക് തന്നെ കർത്താവ് തന്നെ പറഞ്ഞല്ലോ, അന്ധനെ വഴികാട്ടിയാൽ
രണ്ടുപേരും ചെന്ന് കുഴി വീഴും. അപ്പൊ അവര് കുരുടരെ വഴി കാട്ടുന്നവരാ, മൂഢരെ പഠിപ്പിക്കുന്നവരാ, ഇരുട്ടിലുള്ളവർക്ക് വെളിച്ചം നൽകുന്നവരാ, മൂഢരെ പഠിപ്പിക്കുന്നവരാ, ശിശുക്കൾക്ക് ഉപദേഷ്ടാവാ, അങ്ങനെ പരിച്ഛേദനയേറ്റവരാ. 11ാമത്തെ കാര്യം പരിച്ഛേദനയേറ്റവരാ. അപ്പൊ ഇതിലെല്ലാം അവരെന്ത് ചെയ്തു? പ്രശംസിച്ചു. അവർ പ്രശംസിച്ച കാര്യം ഒന്നുകൂടെ പോയിന്റ് മാത്രം ഞാൻ പറയാം. യഹൂദർ എന്ന പേരിൽ അവർ പ്രശംസിച്ചു, ന്യായപ്രമാണത്തിൽ അവർ ഊറ്റം കൊണ്ടു, ദൈവത്തിൽ അവര് ഞങ്ങൾക്ക് മാത്രമാണ് യഹോവ എന്ന നാമമുള്ളത്, മോണോത്തിസ്റ്റിക് ബിലീവ് ഞങ്ങൾക്കേ ഉള്ളൂ എന്ന് പറഞ്ഞ് അവരെ ഊറ്റം കൊണ്ടു. ന്യായപ്രമാണത്തിലൂടെ ദൈവേഷ്ടം അറിഞ്ഞവർ. 5 ഭേദാഭേദങ്ങളെ വിവേചിച്ചു. 6 ജ്ഞാനത്തിന്റെയും സത്യത്തിന്റെയും സ്വരൂപം അവർ ഗ്രഹിച്ചു. 7 കുരുടർക്ക് വഴികാട്ടി. 8 ഇരുടിലുള്ളവർക്ക് വെളിച്ചമായി മാറി. 9 മൂഢരെ പഠിപ്പിക്കുന്നവരായി മാറി. 10 ശിശുക്കൾക്ക് ഉപദേഷ്ടാക്കന്മാരായി മാറി. 11 പരിച്ഛേദന. ഇത്രയും കാര്യങ്ങളിൽ അവരെ പ്രശംസിച്ചു. എന്നിട്ട് ചില ചോദ്യങ്ങൾ പൗലോസ് ചോദിക്കുക. 5 ചോദ്യം ക്രൂരമ്പ് പോലെ പൗലോസ് അങ്ങോട്ട് ചോദിക്കുന്നതാണ് 21 മുതൽ 23 വരെയുള്ള വാക്യങ്ങൾ. എന്താ അത്? ഒന്നാമത്തെ ചോദ്യം, അന്യനെ ഉപദേശിക്കുന്നവനെ, നീ നിന്നെ തന്നെ ഉപദേശിക്കാത്തത് എന്ത്? മോഷ്ടിക്കരുതെന്ന് പ്രസംഗിക്കുന്ന നീ എന്ത് ചെയ്യുന്നു? മോഷ്ടിക്കുന്നു. വ്യഭിചാരം ചെയ്യരുതെന്ന് പറയുന്ന നീ എന്ത് ചെയ്യുന്നു? വ്യഭിചാരം ചെയ്യുന്നു. വിഗ്രഹങ്ങളെ വെറുക്കുന്ന നീ ക്ഷേത്രം കവർച്ച ചെയ്യുന്നുവോ? ന്യായപ്രമാണത്തിൽ പ്രശംസിക്കുന്ന നീ ന്യായപ്രമാണ ലംഘനത്താൽ ദൈവത്തെ അപമാനിക്കുന്നുവോ? ഇങ്ങനെ 5 ചോദ്യങ്ങൾ അവര് അങ്ങോട്ട് ചോദിക്കുക. നീ നിന്നെ തന്നെ ഉപദേശിക്കാത്തത് എന്താ? മോഷ്ടിക്കുക എന്ന് പറയുന്ന നീ എന്ത് ചെയ്യുന്നു? മോഷ്ടിക്കുന്നു. അതിനൊരു കാരണമുണ്ട്. അന്ന് ഒരു യഹൂദ മതാനുസാരിയായ സ്ത്രീയെ ആലയം പണിക്ക് AD 19 പണം നൽകി. അത് റബിമാരുടെ കയ്യിലാണ് നൽകിയത്. ഈ റബിമാരെന്ത് ചെയ്തെന്നറിയാമോ? 4 പേര് കൂടി അതങ്ങ് വീതിച്ചെടുത്തു. ഇത് സീസർ അറിഞ്ഞു. സീസർ അറിഞ്ഞിട്ട് ഈ 4 പേരെ നാട് കടത്തി. അപ്പൊ നാട്ടിലങ്ങ് പാട്ടായി. അപ്പൊ ഇതെല്ലാം അറിയാം. മോഷ്ടിക്കരുതെന്ന് പ്രസംഗിച്ചുകൊണ്ടിരുന്ന റബിമാര് തന്നെ എന്ത് ചെയ്തു? മോഷ്ടിച്ചു. ആവശ്യങ്ങൾക്കാന്ന് പറഞ്ഞ് നേതാക്കന്മാരെല്ലാം കൂടെ പിരിച്ചെടുത്തിട്ട് സ്വന്തം പോക്കറ്റിലേക്ക് തള്ളുന്നത് പോലെ അവരും എന്ത് ചെയ്തു? തള്ളി. അപ്പൊ അവര് വ്യഭിചരിക്കരുതെന്ന് പറഞ്ഞു, വിഗ്രഹങ്ങൾ മോശമാണെന്ന് പറഞ്ഞു. പക്ഷെ അവരെന്ത് ചെയ്തു? ഇതെല്ലാം ചെയ്യുന്നവരായി മാറി. സമയമില്ലാത്തതുകൊണ്ട് ഞാൻ അത് കൂടുതൽ വിവരിക്കാതെ അവരെന്ത് ചെയ്തു? ഇതെല്ലാം ചെയ്യുന്നു. അങ്ങനെ 5 ചോദ്യങ്ങൾ അങ്ങോട്ട് ചോദിച്ചു. എന്നിട്ട് പറയുക, നിങ്ങൾ നിമിത്തം ദൈവത്തിന്റെ നാമം ജാതികളുടെ ഇടയിൽ എന്ത് ചെയ്യുന്നു? ദുഷിക്കപ്പെടുന്നു. നിങ്ങൾ നിമിത്തം ജാതികളുടെ ഇടയിൽ ദൈവനാമം എന്ത് ചെയ്യുന്നു? ദുഷിക്കപ്പെടുന്നു. എന്നിട്ട് 26, 27, 28 വാക്യങ്ങളിൽ പറയുക, നിങ്ങൾ പരിച്ഛേദന വലിയ കാര്യമായിട്ട് പ്രശംസിച്ചല്ലോ. അത് അബ്രഹാമിന്റെ കുടുംബത്തിന് നൽകിയതാ, ദൈവം നൽകിയ അടയാളമാണ്. പക്ഷേ പരിച്ഛേദന ഏറ്റവരെല്ലാം ഒന്നും അബ്രഹാമിന്റെ പിള്ളേരല്ല, ദൈവത്തിന്റെ മക്കളൊന്നും അല്ല. പരിച്ഛേദനയും സ്വഭാവം കൂടെ ബന്ധപ്പെട്ടിരിക്കുക. അഗ്രചർമ്മി ന്യായപ്രമാണത്താൽ നീ ന്യായപ്രമാണം ആചരിച്ചാൽ പരിച്ഛേദന പ്രയോജനമുണ്ട്. ന്യായപ്രമാണം ലംഘിയായാലോ പരിച്ഛേദന കൊണ്ട് വലിയ പ്രയോജനമൊന്നും ഇല്ല. നിന്നേക്കാൾ ഭേദമാരാ? അഗ്രചർമ്മിയ, ജാതിയ. അപ്പൊ ചുരുക്കി പറഞ്ഞ അവിടെ പറയുന്നത് അഗ്രചർമ്മം ചെയ്തു അല്ലെ പരിച്ഛേദന ഏറ്റു എന്ന് പറഞ്ഞു നീ പ്രശംസിച്ചിട്ട് കാര്യമില്ല. അതോടൊപ്പം തന്നെ ജീവിതം കൂടെ ഉണ്ടെങ്കിലേ നിനക്ക് എന്തെങ്കിലും പ്രശംസിക്കാനുള്ളൂ. ഞാൻ സ്നാനപ്പെട്ടു, ഞാൻ പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ചു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ജീവിതവും അതുപോലെ തന്നെ എന്ത് ചെയ്യണം? വേണം. ന്യായപ്രമാണം നീ ആചരിക്കണം. അല്ലെങ്കിൽ നിന്നേക്കാൾ ഭേദമാണ് ന്യായപ്രമാണത്തിലുള്ള കാര്യങ്ങൾ അത് കിട്ടാതെ പ്രമാണിക്കുന്ന അഗ്രചർമ്മി. മനസ്സിലായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ അധികം നീട്ടത്തില്ല. അപ്പോൾ ഇവിടെ ചുരുക്കി പറയുന്നതിന്റെ കാര്യം, അബ്രഹാമിന് കൊടുത്ത ആ ന്യായപ്രമാണം പരിച്ഛേദന ഉണ്ടല്ലോ, അത് ന്യായപ്രമാണം കിട്ടുന്നതിന് മുമ്പാ കൊടുത്തത്. അന്നേ അബ്രഹാം ആരായി? നീതിമാനെന്ന് ദൈവം പ്രഖ്യാപിച്ചു. അവൻ ന്യായപ്രമാണം കിട്ടുന്നതിന് മുമ്പ് ന്യായപ്രമാണം പ്രമാണിച്ചത് കൊണ്ടാണ്
നീതിമാനെന്ന് കിട്ടിയത്. അതുകൊണ്ട് ന്യായപ്രമാണം കയ്യിലുണ്ട്, പരിച്ഛേദനയും ഏറ്റു. പക്ഷെ ന്യായപ്രമാണം പാലിക്കാതിരുന്നാൽ ഒരു ശരിയുമില്ല. പുറമേ യഹൂദനായവൻ യഹൂദനല്ല, അകമേ യഹൂദനായവനാണ് യഹൂദൻ. അതുകൊണ്ട് നിങ്ങളുടെ പരിച്ഛേദനയിലോ ന്യായപ്രമാണത്തിലോ നിങ്ങളുടെ പേരിലോ നിങ്ങൾ പ്രശംസിക്കുന്നതിലോ ഒന്നും ഒരു കാര്യമില്ല. അത് പ്രമാണിച്ച് അകം ശുദ്ധമായി ദൈവത്തെ സേവിക്കുന്നതിലാണ് കാര്യമുള്ളത്. അകമേ യഹൂദനായവൻ അത്രേ യഹൂദൻ, അക്ഷരത്തിലല്ല ആത്മാവിലുള്ള ഹൃദയ പരിച്ഛേദന അത്രേ പരിച്ഛേദന. അവന് മനുഷ്യനാരല്ല ദൈവത്താൽ തന്നെ എന്തോ ഒരുക്കും, പുകഴ്ച ലഭിക്കും. ഈ ഒരധ്യായം തീരേണ്ടതുകൊണ്ട് ചില സ്പീഡിലാണ് ഞാൻ പോയത്. 1 മുതൽ 16 വരെയുള്ള വാക്യങ്ങളിൽ ദൈവത്തിന്റെ വിധി എങ്ങനെയാണ് എന്നും 17 മുതൽ താഴോട്ടുള്ള വാക്യങ്ങളിൽ ഞങ്ങളിൽ നിന്നെല്ലാം വ്യത്യസ്തരാണ്, ഞങ്ങൾക്ക് നല്ല പേര് ദൈവം തന്നു, യഹൂദന്മാര് സ്വന്തം ജനമാ, പരിച്ഛേദന ഞങ്ങളുടെ ശരീരത്തിൽ നോയിക്കേ അടയാളമുണ്ട്, ദൈവത്തിന്റെ ജനമാണ്, ഞങ്ങളുടെ കയ്യിൽ നോയിക്കേ ന്യായപ്രമാണമുണ്ടെന്ന് ഊറ്റം കൊണ്ടവരോട് 11-12 കൂട്ടം കാര്യങ്ങളിലൂടെ നിങ്ങൾ ഊറ്റം കൊള്ളുന്നതിലല്ല, മറിച്ച് അകം ശുദ്ധമായി ന്യായപ്രമാണം പാലിക്കുന്നതിലാണ് പ്രയോജനമെന്ന് പൗലോസ് ശ്ലീഹ ഇവിടെ സ്ഥാപിച്ചിട്ട് അടുത്ത അധ്യായത്തിലേക്ക് പോവുകയാണ്. അപ്പോൾ 1-ാം അധ്യായം 18 മുതൽ പറഞ്ഞ പാപത്തിന്റെ ലിസ്റ്റ് സന്മാർഗികളായ ജാതികളും യഹൂദന്മാരും ഞങ്ങൾ ഇതിനകത്തൊന്നും ഉൾപ്പെട്ടവരല്ലേ എന്ന് പറഞ്ഞവരോട്, അല്ല നിങ്ങളും ഒഴിവല്ല എന്ന് പറഞ്ഞാൽ കൂടിയ പാപം ചെയ്യുന്നവനും കുറച്ച് പാപം ചെയ്യുന്നവനും ദൈവത്തിന്റെ ന്യായവിധിയിൽ നിന്ന് ഒഴിവുള്ളവരല്ല. ദൈവം പുറമേ ഉള്ളതല്ല നോക്കുന്നത്, അകം കൂടെ എങ്ങനെയാണെന്ന് നോക്കും. പുറമേ ഉള്ള ബാഹ്യപ്രകടനം, ക്ലീൻ ഷേവോ അല്ലെ താഴിയോ വെള്ളവസ്ത്രമോ മാത്രമല്ല ദൈവം നോക്കുന്നത്, അകം എങ്ങനെയാണെന്ന് നോക്കുമെന്ന് ദൈവം പൗലോസിൽ കൂടെ ഈ അധ്യായത്തിൽ കൂടെ നമ്മോട് പറയുകയാണ്. ആകയാൽ നമുക്ക് ഈ ദിവസങ്ങളിൽ ഈ ന്യായപ്രമാണം അനുസരിച്ച് ഭേദാഭേദങ്ങളെ, നമ്മുടെ കിട്ടിയിരിക്കുന്ന വചനം അനുസരിച്ച് ഭേദാഭേദങ്ങളെ വിവേചിച്ച് ന്യായം വിധിക്കുന്ന, മുഖപക്ഷമില്ലാത്ത, സത്യാനുസരണമായി നീതിയോട് വിധിക്കുന്ന ഒരു കർത്താവുണ്ടെന്ന് അറിഞ്ഞ് ഭയത്തോടും ഭക്തിയോടും കൂടെ നമ്മുടെ വേല പൂർത്തിയാക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.